ഇവരെ തൂക്കിയാൽ മെമ്മറി കാർഡ് മോഷ്ടിച്ചവരെ പിടിക്കാം. KSRTC ഡ്രൈവർ യദു മേയർ തർക്കത്തിൽ സുപ്രധാന തെളിവായ ബസിന്റെ CCTV മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ കിടന്ന് തപ്പുകയാണ്. സാഹചര്യ തെളിവുകൾ വെച്ച് മെമ്മറി കാർഡ് മോഷ്ടിച്ചത് യദുവാണ് എന്ന തരത്തിൽ പോലീസ് പ്രചരിപ്പിക്കുകയും അറസ്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഇപ്പോൾ അതും പൊളിഞ്ഞു. തിരുവനന്തപുരം ഡിപ്പോയിൽ അന്നേ ദിവസം യാർഡിൽ ഉണ്ടായിരുന്നവരെ തൂക്കിയാൽ മെമ്മറി കാർഡ് മോഷ്ടാക്കളെയും പൊക്കാം എന്നാണ് മുൻ KSRTC ജീവനക്കാരനായ മുരളി പറയുന്നത്. ഡേറ്റ കാർഡ് പോയതെന്ന് പറഞ്ഞാൽ ഈ വണ്ടി വന്നിട്ട് എപ്പോ വന്നിട്ട് ഓട്ടം കഴിഞ്ഞ് വരുന്നോ വണ്ടി നേരെ വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് ചാർജ്മാൻ ഉണ്ടാവും, മെക്കാനിക്കുകൾ ഉണ്ടാവും, വണ്ടി വാഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഒന്നുകിൽ ആദ്യം വണ്ടി വാഷ് ചെയ്യുകയോ വണ്ടിക്ക് ക്ലീൻ ചെയ്യുകയോ ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെക്കാനിക്കൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ലോഗ് ഷീറ്റിൽ ഡ്രൈവർ എഴുതിയിട്ടുണ്ടാവും, അത് ചെയ്യും. പക്ഷെ ഡ്രൈവർ ഡ്യൂട്ടി ഫിനിഷ് ചെയ്തില്ല, അതുകൊണ്ട് ഡ്രൈവർ എഴുതാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വർക്കും അവര് പിന്നെ വന്നിട്ട് ആ വണ്ടി തിരിച്ച് ഓടാൻ കൊടുത്തെങ്കിൽ ഇപ്പോ വെഹിക്കിൾ സൂപ്പർവൈസറെ കൊണ്ട് അത് ടെസ്റ്റ് ചെയ്യിച്ച് അതിനെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ടായിരിക്കും ആ വണ്ടി ഓടാൻ കൊടുക്കുന്നത്. പക്ഷെ വണ്ടി വന്നിട്ട് കൃത്യമായിട്ട് അത് വന്നിട്ട് ക്ലീൻ ചെയ്ത് അത് വന്നിട്ട് കഴുകി വൃത്തിയാക്കിയായിരിക്കും വണ്ടി പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ വണ്ടിക്ക് ഇതിനിടയ്ക്ക് വന്നിട്ട് രാത്രി 3 മണിക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ഇതെല്ലാം കഴിയുമ്പം തന്നെ രാവിലെ 5 മണിയോ 4 മണിയോ ഒക്കെ ആവാം. ഈ സമയത്തായിരിക്കുമല്ലോ ഈ വണ്ടി ഓടാൻ പോകുന്നത്. അല്ല അതിനു മുമ്പ് ഓടാൻ പോയി, അല്ല അന്ന് ഓടാൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആരൊക്കെ വന്നെന്ന് ഈ വണ്ടി കഴുകുന്നവർക്കും ഈ വണ്ടിയുടെ മെക്കാനിക്കുകൾക്കും എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഈ തൃശ്ശൂരിൽ നിന്ന് വണ്ടി ഓടി തിരുവനന്തപുരം ഡിപ്പോയിൽ എത്തിക്കഴിഞ്ഞാൽ ഡ്രൈവർ വണ്ടി ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ആരുടെ കസ്റ്റഡിയിലാണ്? അത് വർക്ക്ഷോപ്പിലാണ്, നേരെ വർക്ക്ഷോപ്പിലാണ് സാറേ, നേരെ വർക്ക്ഷോപ്പിലാണ് പാർക്ക് ചെയ്തിരുന്നത്. അതെ, ലോഗ് ബുക്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ റെക്ടിഫൈ ചെയ്യും, പിന്നെ വണ്ടി വാഷ് ചെയ്യും, അടുത്ത ദിവസത്തേക്ക് ഓട്ടത്തിന് ക്രമീകരിക്കും. അതെ, എന്തെങ്കിലും വന്നിട്ട് മിസ്റ്റേക്ക് ഉണ്ട് അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ട് പരിശോധിച്ച് അതിന് വേണ്ടത് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ വെഹിക്കിൾ സൂപ്പർവൈസറെ കൊണ്ട് അത് ടെസ്റ്റ് ചെയ്യിച്ചതിന് ശേഷമാണ് വണ്ടി പോകുന്നത്. അങ്ങനെ ഈസി ആയിട്ട് ഈ മെമ്മറി കാർഡ് ഊരി എടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഈസി ആയിട്ട് മെമ്മറി കാർഡ് ഊരി എടുക്കണം എന്നുണ്ടെങ്കിൽ വന്നിട്ട് ഒരു മെക്കാനിക്കിനോ ഒരു വണ്ടി വാഷ് ചെയ്യുന്ന ആൾക്കോ അല്ല വന്നിട്ട് ഒരു ഡ്രൈവർക്കോ ഒന്നും പറ്റത്തില്ല സാറേ. ഇതിനെന്തെങ്കിലും അറിവുള്ള ഒരാളായിട്ട് ചെയ്യാനും കഴിയത്തില്ല. ഒന്നുകിലും വണ്ടിക്കകത്ത് ലൈറ്റ് തെളിയിക്കണം, അതല്ല അതിനകത്ത് വന്നിട്ട് ആരെങ്കിലും നിർദ്ദേശിച്ച പ്രകാരം ഒരാൾ വരുന്നെങ്കിലും അയാൾ ഒരാളായിട്ട് ഒരിക്കലും വരത്തില്ല. അയാൾ പറയും സാറ് കൂടെ വരണം, അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാവും ചെയ്തത്. അതായത് ഒന്നിലധികം ആളുകൾ ചേർന്നല്ലാതെ ഒരു കാരണവശാലും ഈ ഡേറ്റ കാർഡ് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. റിമൂവ് ചെയ്യാൻ പറ്റുമായിരിക്കും, ഒരാൾ വിചാരിച്ചാൽ, നല്ല അറിവുള്ള ഒരാളെ വിചാരിച്ചാൽ റിമൂവ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാള് ഇപ്പൊ വന്നിട്ട് ചെയ്യാൻ പോയാൽ പോലും സാർ ആരെങ്കിലും വരുന്നവൻ നോക്കണം, വണ്ടിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്ത് കാണും. അല്ല, ഇതുപോലുള്ള അതായത് രാത്രി വർക്കിംഗ് ആയിട്ടുള്ള ഒരു വർക്ക് സ്റ്റേഷനില് ഒരു യാർഡില് വണ്ടി കൊണ്ടിട്ടേക്കുമ്പോ ആരും കാണാതെ എടുത്ത് റിമൂവ് ചെയ്തോ ഒരാൾക്ക് സൈലന്റ് ആയിട്ട് അത്ര മിണ്ടാതെ എടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഇത് പറ്റത്തില്ല സാറേ, അങ്ങനെ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വന്നു കഴിഞ്ഞാൽ ഒടുവില് ലൈറ്റ് ഇട്ടാൽ പോലും ഇപ്പൊ വണ്ടി വാഷ് ചെയ്യുന്ന ആൾക്കാർ രാത്രിയിൽ അവർ കഷ്ടപ്പെട്ട് വെളുക്കുന്നേരം അവർ ചെയ്യുന്നതാണ് ഈ വണ്ടിയുടെ വാഷിങ്ങും എല്ലാ കാര്യവും. അപ്പൊ അവര് നോക്കും ഇതാരാ വന്ന് വണ്ടിയിൽ ലൈറ്റ് ഇട്ടത്. യഥാർത്ഥത്തിൽ ഈ സൂപ്പർ ഫാസ്റ്റ്, സൂപ്പർ എക്സ്പ്രസ് ഇതെല്ലാം വന്നിട്ട് കൃത്യമായിട്ട് രാത്രിയിൽ അത് അതിനകത്ത് വന്നിട്ട് വൃത്തിയാക്കി വെളിയിൽ കംപ്ലീറ്റ് വണ്ടി വാഷ് ചെയ്താണ് വണ്ടി പോകുന്നത്. അപ്പൊ കൃത്യമായിട്ട് അവർക്ക് ഇത് അറിയാൻ കഴിയും, ഇത് ആരാണ് അവിടെ വന്നത്, ആരൊക്കെയാണ്. പ്രത്യേകിച്ചും പിന്നെ വന്നിട്ട് യൂണിയന്റെ ആരുടെയെങ്കിലും ഇടപെടൽ ഉണ്ടെങ്കിൽ അവർ ഒരാളായിട്ട് ഒരിക്കലും വരത്തില്ല, അവർ 2-3 പേരായിട്ടൊക്കെ വരത്തുള്ളൂ. ഒരു പക്ഷേ വന്നിട്ട് അന്ന് ഈ വണ്ടി എപ്പോഴാണ് ഓട്ടം പോയത്, അടുത്ത ദിവസം പോയോ ഇല്ല രാത്രിയിൽ പോകാനെന്ന് പറഞ്ഞാൽ ഇത് പറയുന്നത് തൃശ്ശൂർ ഓടുന്ന വണ്ടിയാണ്, രാത്രി 8:30 പോകുന്നതാണെന്ന് പറയുന്നു. അപ്പോ അന്ന് പോയില്ല, ഇനിയിപ്പോ അടുത്ത ദിവസമാണ് പോയത്, ഇല്ല അന്ന് തന്നെ പോയോ എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമല്ല. അല്ല, ഇതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ വണ്ടി പോയിട്ടുണ്ട്, സർവീസ് നടത്തിയിട്ടുണ്ട്. അന്ന് തന്നെ സർവീസ് പോലീസ് ഇതിന്റെ ഡേറ്റ മറ്റേ മെമ്മറി കാർഡ് റിക്കവർ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും വണ്ടി ഓട്ടം പോയേക്കാണ്. തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ വന്ന ശേഷമാണ് പിന്നെ അവരത് പരിശോധിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വന്നിട്ട് മെസ്സേജ് കൊടുക്കാം, അടുത്ത് ഈ ബസ് വന്നിട്ട് ഏതൊക്കെ ഡിപ്പോയിൽ കയറിയിട്ടുണ്ടെന്ന് നോക്കണം. ഡിപ്പോയിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ടോ അങ്ങനെ അവിടെ വിശ്രമത്തിനിടയിലോ വന്നിട്ട് ഇതുപോലെ ഇവിടുന്ന് വന്നിട്ട് വിളിച്ചു പറയും, ഇതുപോലെ വന്നിട്ട് മെമ്മറി കാർഡ് എടുക്കാനായിട്ട് പോലീസ് വന്നിട്ടുണ്ട്, അപ്പൊ അത് അവിടെ തന്നെ മാറ്റിക്കൊള്ളണം ഇവിടുത്തെ യൂണിയൻകാര്.
ഇങ്ങനെയും സംഭവിക്കാം. അവിടെ ആവാൻ ചിലപ്പോ പോയത്, രാത്രിയിൽ ഇത് എടുക്കണമെന്നുള്ള അന്നേരം ഇത്. ഇവരിത് പ്ലാൻ ചെയ്ത് യൂണിയന്റെ നിർദ്ദേശം അനുസരിച്ച് ഇത് ലോഗ് ബുക്കിൽ മെൻഷൻ ചെയ്യാതെ ഏതെങ്കിലും ഡിപ്പോയിൽ കയറ്റി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോഴോ അല്ലെ ഏതെങ്കിലും ഒരു സമയത്തോ വേണമെങ്കിൽ ഇവർക്ക് മാറ്റിയെടുക്കത്തില്ലേ, ഇടത്തില്ലേ? ചെയ്യാം സാർ. അല്ലാതെ വന്നിട്ട് ഒരിക്കലും വന്നിട്ട് ഒരു ഡ്രൈവർക്കോ ഒരു കണ്ടക്ടർക്കോ അതിന്റെ ഒരു അറിവുമില്ല, അവരൊന്നും ചെയ്യത്തില്ല. ഇതെന്തായാലും വന്നിട്ട് എല്ലാരും കൂടെ ഗൂഢാലോചന നടത്തി കൃത്യമായിട്ട് ഒന്നുകിൽ വണ്ടി ഇവിടുന്ന് അടുത്ത് ഓട്ടം പോയപ്പോ വേറെ ഏതെങ്കിലും ഡിപ്പോയിലോ അല്ല വന്നിട്ട് അവിടെ പോയിട്ട് ഡ്രൈവർ വിശ്രമിക്കുന്ന സമയത്തോ എപ്പോഴെങ്കിലും ഇവര് വന്നിട്ട് ഇത് മാറ്റിയതാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ രാത്രിയിൽ വന്നിട്ട് ഇത് മാറ്റിയതാ. അതുകൊണ്ട് തന്നെയാണ്, കാരണം അവരുടെ ഭാഗത്താണ് തെറ്റ്. അപ്പൊ അദ്ദേഹം വണ്ടിക്കകത്ത് കയറിയോ ഇല്ല അദ്ദേഹം വണ്ടിക്കകത്ത് ഷോ കാണിച്ചോ അതൊന്നും നമ്മൾ അറിയുന്നില്ല. ഒരു വണ്ടിക്ക് വന്നിട്ട് സീബ്ര ലൈന് ക്രോസ് ചെയ്ത് നിർത്തിയിട്ട് ഒരു ഡ്രൈവറുടെ അടുത്ത് പോയിട്ട് ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇവർക്ക്. കാര്യം അവര് വലിയ ആൾക്കാരാണ്. ഇപ്പൊ അവര് പട്ടത്തുനിന്ന് വന്നിട്ട് അവര് വന്നിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അപ്പോഴും തന്നെ ഇവർ പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിയെ വന്നിട്ട് വഴിയിൽ വെച്ച് തന്നെ വന്നിട്ട് ചെയ്യേണ്ട എല്ലാ ഇതും സംവിധാനവും അവർക്കുണ്ട്. അതെന്തുകൊണ്ട് ചെയ്തില്ല? എന്നിട്ട് ഇവര് കാണിച്ചത്. പിന്നെ ഇവര് പറയുന്നുണ്ട് ഇവര് വിവാഹത്തിന് പോയിട്ട് വന്നതാണ്. അപ്പൊ അവരെങ്ങനെയാണ് വന്നത്? അവരെ ഒരു മെഡിക്കൽ പരിശോധനയും നടത്തിയിട്ടില്ല. ഇപ്പൊ ഒരു സാധാരണക്കാരൻ ഒരു വണ്ടി, എനിക്കറിയാവുന്ന കേസാണ്, ഒരു വണ്ടിയെ വന്നിട്ട് ഒരു സാധാരണക്കാരൻ വന്ന് തടഞ്ഞു നിർത്തുവാണെങ്കിൽ അവൻ അടിച്ചോ അടിച്ചില്ലേ, പിറ്റേ ദിവസം അവൻ വണ്ടിയിൽ അടിച്ചു, കണ്ടക്ടറുടെ പേഴ്സ് ഇത് ബാഗ് പിടിച്ചു വാങ്ങി, ഇത്ര രൂപ നഷ്ടം, പിന്നെ സർവീസ് മുടങ്ങിയതിന്റെ നഷ്ടം, ഇതെല്ലാം ഈടാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർക്ക് ഇതൊന്നും ബാധകമല്ല? ഒരു യാത്രക്കാരൻ അവൻ ഇപ്പൊ തൃശ്ശൂർ പോയിട്ട് വരുന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ ഒരു 50 കിലോ ലഗേജ് ഉണ്ടെങ്കിൽ അവൻ ഇത് പാളയത്തുനിന്ന് രാത്രി 10-11 മണിക്ക് അവൻ ഏത് വണ്ടി പിടിച്ചോട്ട് പോകും? അവനെ അന്വേഷിച്ച് തമ്പാനും ഒരാൾ വന്ന് നിൽക്കുവാണെങ്കിൽ ഓക്കെ, അവൻ പറയും ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോകും. അല്ലാതുള്ളൊരു യാത്രക്കാരൻ വേറെ ഒരു ബസ്സിൽ പോകാനോ ട്രെയിനിൽ പോകാനോ വന്നതായിരിക്കും. അവരെങ്ങനെ പോകും? ഇതൊക്കെ വന്നിട്ട് ആ യാത്രക്കാരും ആരും പ്രതികരിക്കുന്നതായിട്ട് എനിക്ക് 1-2 പേര് പ്രതികരിച്ച് ഞാൻ കേട്ടിരുന്നു. പക്ഷെ അവർക്ക് യഥാർത്ഥത്തിൽ അവർ വന്നിട്ട് നഷ്ടത്തിന് കേസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.